അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, മരം മുറിച്ചാൽ മഴ പെയ്യത്തില്ല. ആ കാലം പോയി. ഇവിടെ വനം വെട്ടിയിട്ടൊന്നും കാര്യമില്ല, മേഘവിസ്ഫോടനം നടക്കുന്നു. കഴിഞ്ഞ ദിവസം വീണ്ടും നിങ്ങൾ തമിഴ്നാട്ടുകാരണം ചെന്നൈ ചെങ്കൽപ്പേട്ട് കരമുയരച്ചായ ഇതൊക്കെ വായിക്കണം, തമിഴ് പത്രം മാത്രം വായിച്ചാൽ മതി. ചെന്നൈ ചെങ്കൽപ്പേട്ട് മൊത്തം കടന്ന് മഴയും പ്രളയവും ഇടിവെട്ടും ഭൂമിയും കുലുക്കവും ഭൂകമ്പം എല്ലാം കൂടെ ഒറ്റക്കടിച്ച് ചെന്നൈ. ഇനി ബാക്കി കേരളത്തിൽ വരാൻ പോകുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടാൽ മതി. അങ്ങനെയെങ്കിൽ ഭൂമിയിൽ ജീവശാസമുള്ളതെല്ലാം ചത്തുപോയി. അടുത്ത വാക്യം, പക്ഷെ നോഹയുടെ പെട്ടകം എവിടെ ഉറച്ചു? അതാ കരയിലുള്ള സകലത്തിലും മൂക്കിൽ ജീവശ്വാസമുള്ളതൊക്കെയും ചത്തു. ദാ കിടക്കുന്ന അതുപോലെ കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരാൻ പോകുന്നു. എന്റെ യേശു പറഞ്ഞു നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ. അങ്ങനെയെങ്കിൽ അടുത്ത വാക്ക് വായിച്ചാട്ടെ, ലോകത്തിലേക്ക് കടക്കാം. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. ഉൽപ്പത്തി 8-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കാം. 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. കരമുയർത്തിയാട്ടെ, ദൈവത്താൽ പണിയപ്പെട്ട പെട്ടകം. ഇന്നലെ രാത്രി പ്രസംഗത്തിന് വന്നവര് ഹെബ്രോൻ TV ഒന്നുകൂടെ കാണണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 7 അടിസ്ഥാന ഉപദേശം. ഏതാ ഇത്? പറഞ്ഞില്ലേ? കർത്താവ് എന്നോട് ചോദിക്കും, രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുതപിച്ച് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുതപിച്ച് സ്നാനമേറ്റ് സഭയോട് ചേർന്ന് തിരുമേശയിൽ പങ്കാളിയായി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന പെട്ടകം ഇവിടെയല്ല, അത് നിത്യതയിൽ സ്വർഗമുറപ്പിക്കും കരമുയർത്തുന്നവർക്കായി. ഇതാ ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശം, നോഹയുടെ പെട്ടകം നിത്യതയുടെ മുൻകുറി. അതുകൊണ്ടാവും വീണ്ടും പൗലോസ്ലീഹ പറഞ്ഞു, നോഹയുടെ പെട്ടകത്തിൽ 8 പേർ, അത് സ്നാനത്തിന് മുൻകുറി കരമുയർത്തുന്നവർക്കായി. അതിൽ കൂടി കടന്നവർ രക്ഷപ്പെട്ടു. ഇന്നലെ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് നോഹയുടെ പെട്ടകം ഇവിടെ ഉറച്ചു, അരാരാത്തിൽ ഉറച്ചു. ഇനി കഥ കേൾക്കണം. ആ നോഹയുടെ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിയ കള്ള് കൃഷിയും കഞ്ചാവ് കൃഷിയും. അപ്പോൾ സ്വർഗം എവിടെ പോയി? ഇവിടാണ് നമ്മുടെ പ്രസംഗം. അതിനുവേണ്ടി ഞാൻ വളഞ്ഞു വന്നത് ലോത്തിന്റെ കാലത്തിലേക്ക്. എവിടെ പോയെന്നറിയാമോ? സ്തോത്രം. ആ കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാമിനെ കണ്ടു. അബ്രഹാം ആരാം? ആദമിന്റെ തലമുറ ശേത്ത്, ശേത്തിന്റെ തലമുറയിൽ ആ തേരകിന്റെ മകന അബ്രഹാം നദിക്കര വിഗ്രഹം ഉണ്ടാക്കി പാർത്തുകൊണ്ടിരുന്നു. യവനെന്ന് ഈ വിഗ്രഹത്തിന് പെയിന്റ് അടിക്കുക. അപ്പൊ അവനൊരു ആഗ്രഹം, ഇത് മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല. സ്വർഗം നേരെ ഇറങ്ങി അബ്രഹാമിനോട് ഒരു കാര്യം പറഞ്ഞു. ഉൽപ്പത്തി 12 എല്ലാവരും ബൈബിൾ എടുത്തോണം. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അത് കഴിഞ്ഞിട്ട് നിന്റെ തലമുറ ആകാശത്തിലെ നക്ഷത്രം, ഭൂമിയിലെ പൊടി, കടൽക്കരയിലെ മണൽത്തരി പോലെ. അബ്രഹാമിനെ വിളിച്ച് കൂടൊരുവനോട് ബൊലീറോടെ കൂടെ കയറിയിരുന്ന് വണ്ടിക്കകത്ത്, ജീപ്പിനകത്ത്. അവൻ്റെ പേരാ ലോത്ത്. ഇവർ രണ്ടുപേരോട് 1498 കിലോമീറ്റർ വന്നു. എവിടെ വന്ന? കനാനി വന്നപ്പോൾ വീടായി, കാറായി, കമ്പ്യൂട്ടറായി. എല്ലാവരും കേൾക്കണം. അബ്രഹാമിനൊരു ഭാര്യ വന്നു, സാറാമാമ. ലോത്തിനൊരു അമ്മാമ വന്നു. ബൈബിളിലും പേരില്ല, ഗൂഗിളിലും പേരില്ല. കരമുയരുന്നില്ലല്ലോ സ്വന്തം. ലോത്തിൻ്റെ അമ്മാമ്മയുടെ പേര് ആര് പറയും? ബൈബിളിലും ഇല്ല, ഗൂഗിളിലും ഇല്ല. അങ്ങനെ ഒരു അമ്മാമ്മയായിരുന്നു സ്വോത്രം. നമ്മുടെ ഇവിടെ യഹോവ രക്ഷണ്യ സഭയിൽ അബ്രഹാം മെമ്പറായിരുന്നു. അബ്രഹാമും ലോത്തും അത് കഴിഞ്ഞ് സാറാമാമയും കൂടെ കമാൻഡർ ജീപ്പിനകത്ത് വരും. ലോത്തിൻ്റെ അമ്മാമ്മ വരത്തില്ല. അവരുടെ പരിപാടി എന്തോ? വീട്ടിലെ പ്രമാണം, വീട്ടിലെ പറ്റീട്ടി, പാറശാലയിലെ ബാങ്ക് ഡിപ്പോസിറ്റ്, ഇതെല്ലാം നോക്ക്. അന്ന് തൊട്ടാ അബ്രഹാമിന്റെ വീട്ടിൽ 2 അടുപ്പ്, 2 ഗ്യാസ്, 2 കലം, 2 റേഷൻ കാർഡ്. സഹോദരന്മാർ കരമുയർത്തുന്നില്ലല്ലോ സ്വോത്രം. അതുകൊണ്ട് ആദ്യമായിട്ട് മനസ്സിലാക്കണം, 2 സഹോദരന്മാർ എങ്ങനെയും ഒരു പരുവത്തിൽ കൊണ്ടുപോകാം. തമിഴ്നാട്ടിലില്ല. തമിഴ്നാട്ടിൽ സഹോദരിമാർ അരുമയാണ് സഹോദരിമാർ സ്വോത്രം. കേരളത്തിൽ ചില സഹോദരിമാർ കലകമുണ്ടാക്കിയാൽ സഭയെ പറയും, ഈ പാസ്റ്റർ വണ്ടി കേട്ടാതെ ഞാൻ ഇരിക്കത്തില്ലെന്ന് സ്വോത്രം. സഹോദരന്മാർ സഭയെ ചെറിയ കലകുണ്ടാക്കുന്നത് എന്നെ പോലുള്ളവർ ചെന്നിട്ട് തലയിൽ കൈവച്ചിട്ട് പറയും, എൻ പ്രയാണ കാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കട്ടത മാത്രം. മോനെ, നിനക്കൊരു ശവപ്പെട്ടി വരാൻ സാധ്യത ഉണ്ടാവും. അന്നേരം അവിടെ ഇരിക്കും സ്വോത്രം. തീർന്ന് സ്വോത്രം. സഹോദരിമാരെങ്ങനല്ല. അങ്ങനെയെങ്കിൽ അന്ന് തൊട്ടാ തലയണ മന്ത്രം തുടങ്ങിയത്. അപ്പോൾ ലോത്തിനോട് പറഞ്ഞു, നിങ്ങളുടെ കസിൻ എന്ന് പറയുന്ന അബ്രഹാം എല്ലാം ഉണ്ടാക്കി, നിങ്ങൾ കൂടെ നടന്നിട്ട് ഒന്നും കിട്ടിയില്ല. ഉടനെ ലോത്ത് അബ്രഹാമിനോട് ആദ്യത്തെ കാര്യം പറഞ്ഞു, അണ്ണാ തമ്പി, അയ്യാ നമുക്ക് വസ്തു എല്ലാം ഓഹരി ചെയ്യാം. അബ്രഹാം പറഞ്ഞ് നടക്കത്തില്ല. അപ്പം ലോത്ത് പറഞ്ഞ്, ഞാൻ നാട്ടുകാരോട് പറയും. അബ്രഹാമിൻ്റെ പക്കത്ത് കുറേ പേരുണ്ടായിരുന്നു, കനാന്യർ, പെരിസിയർ. അവർ കേട്ടാൽ നാണക്കേടാം. അബ്രഹാം ഇപ്പം സഭയിൽ പെരിയ സെക്രട്ടറി അല്ലയോ, സഭയുടെ സെക്രട്ടറി. അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, വല്ലതും തരാം. അപ്പം ലോത്തിൻ്റെ ഭാര്യ പറഞ്ഞു, അതൊന്നും തന്നാൽ പോരാ. 1 കളിക്കാവിള, 2 മാർത്താണ്ഡം, 3 പാറശാല. കരമുയരുന്നില്ലല്ലോ. ഇതിൻ്റെ പേരാ സ്വോത്രം.
പാവപ്പെട്ട അബ്രഹാമിന് എവിടെ കിട്ടിയെന്നറിയോ? അമ്പൂരി മല. സ്വോത്രം മനസ്സിലാകുന്നവർക്കായി. അമ്പൂരി മലയുടെ പ്രദേശം മമ്രയുടെ തോപ്പ്. അബ്രഹാം പാവപ്പെട്ട സാറയുമായിട്ട് പെട്ടിയാട്ടോ പിടിച്ച് കലവും ചട്ടിയായിട്ട് എവിടെ പോയി? മമ്രയുടെ തോപ്പിൽ പോയി. ലോത്തിപ്പം പാറശാലയും കളിക്കാവളെയും മാർത്താണ്ടോ നഗരസഭാ കൗൺസിലർ പോലെ ഇവിടെ നിൽക്കുക. ആ സമയത്ത് ആ ദൈവ സാന്നിധ്യം കേൾക്കണേ. ഇന്ന് പകൽ കേൾക്കണം. അബ്രഹാമിൻ്റെ വീട് ഒരു കുടില. അവിടെ 2 കാര്യമുണ്ടായിരുന്നു. 1 കരുവേലകം, 2 യാഗപീഠം. ദൈവം ഒരു കുടുംബത്തെ അനുഗ്രഹിക്കണമെങ്കിൽ 2 കാര്യം ഉണ്ടായിരിക്കണം. 1 കരുവേലകം, 2 യാഗപീഠം. കരുവേലകത്തിൻ്റെ പ്രത്യേകത എന്താ? ആരെങ്കിലും നമ്മ വീട്ടിൽക്കുള്ള വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നത് കരുവേലകം, കരമുയർത്തുന്നവർക്കായി. ഏത് വ്യക്തി വന്നാലും, അത് ഊളിയക്കാരനാവട്ടെ നാട്ടുകാരനാവട്ടെ, പണത്തെ കൊടുക്കാതെ യാരോ വന്നിരിക്കുന്നത് ഒരു ഗ്ലാസ് ഉച്ചത്തണ്ണിയെ കൊടുക്കുന്നതാണ് കരുവേലകം. 2 യാഗപീഠം. യാഗപീഠത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? പഴയ നിയമ ഇസ്രായേൽ അവരെന്ത് കഴിച്ചാലും എന്ത് കുടിച്ചാലും അവർ ദൈവത്തെ ആരാധിക്കും, കരമുയർത്തുകയും. ഇന്ന് പെന്തിക്കോസുകാരെ നമ്മുടെ ആരാധന എന്താ? നമ്മുടെ ചെറുപ്പക്കാർ, ബാലിബർ, കുഞ്ഞുങ്ങളെല്ലാം ഇരിക്കുന്നു. ഇന്ന് പിള്ളേർക്ക് 4 കൂട്ടുകാരാ. പണ്ട് ഞങ്ങൾ കോളേജിലും സ്കൂളിലും പഠിക്കുമ്പം 1 ഗോലി കളിക്കുന്നവർ, 2 കിളിത്തട്ട് കളിക്കുന്നവർ, 3 സ്കൂളിൽ പോകുന്നവർ, 4 പള്ളിയിൽ പോകുന്നവർ. ഇന്ന് കുഞ്ഞുങ്ങളുടെ കൂട്ടുകാരാരാ? മെക്കാനിക്കൽ ഫ്രണ്ട്സ്. 1 ഫേസ്ബുക്ക്, 2 യൂട്യൂബ്, 3 ട്വിറ്റർ, 4 ഇൻസ്റ്റാഗ്രാം. പ്രാർത്ഥനയില്ലല്ലോ, സ്വോത്രം. അതുപോലെ തന്നെ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് കേരളത്തിലാകട്ടെ തമിഴ്നാട്ടിലാകട്ടെ ഇപ്പം നല്ല വീട് കർത്താവ് തന്നില്ലേ? സന്തോഷമില്ല. എല്ലാവരും കേൾക്കണം. ഇന്ന് രാത്രി ഞാൻ വണ്ടി കയറും, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. സ്വോത്രം. ഇന്ന് നല്ല വീട്, അരുമயான വീട് ദൈവം തന്നിരിക്കുന്നത്. ഹിന്ദിക്കാരൻ്റെ ഭാഷയെ പറഞ്ഞാൽ അപ്പനേക്കോ ഊപ്പർ വാല അച്ഛാ ഗർദിയ 4 കമര, 4 കമരയുണ്ടെന്ന്, 4 റൂമുണ്ടെന്ന്. ഒരു മുറിയിൽ അപ്പൻ, ഒരു മുറിയിൽ അമ്മ, ഒരു മുറി ഒരു കൊച്ച്, അടുത്ത കൊച്ച് അടുത്ത മുറി. വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന ഉണ്ടോ? മൊബൈൽ ഞെക്കിയിട്ട് കപ്പയുടെ ചവിട്ടി എലി മാന്തുന്ന പോലെ മാന്തിക്കൊണ്ടിരിക്കുക. സ്വോത്രം. തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് മമ്മി പിള്ളേരെ വിളിക്കത്തില്ല, വാട്സപ്പിൽ മെസ്സേജ്, ടിഫിൻ റെഡി ആയിരിക്കും, താഴെ വരാം. സന്തോഷമില്ലല്ലോ. അത് വരാ ഇന്നത്തെ ലോകം. കര ഉയർത്തില്ലല്ലോ അമ്മച്ചി. കാലം തീരാറ. ഞാനിത് പച്ചയ്ക്ക് പറയത്തുള്ളൂ. സ്വോത്രം. ഇന്ന് ഈ കുഞ്ഞുങ്ങളെല്ലാം കേൾക്കണം. നിങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജ്, മറ്റു കാര്യങ്ങൾ, അവിടെയൊക്കെ പോകുന്ന മക്കളെ അവിടെ ഇരിക്കുന്ന. സ്വോത്രം. ഞാൻ ബിരുദത്തിന് പഠിക്കുമ്പോൾ 3 ഉടുപ്പും 3 മുണ്ടുമെടുത്താ പോയത്. കര ഉയരുന്നില്ലല്ലോ. സ്വോത്രം. അന്നത്തെ കാലത്ത്, ഇന്ന് പിള്ളേരോട് വല്ലതും പറയാൻ പറ്റുമോ? ഇന്ന് അൽബകാമം കുഴിമന്തിയ. അന്നത്തെ കാലത്ത് കപ്പ, ദാണ്ട് പൊരിച്ച കാരല്, അത് കഴിഞ്ഞൊരു മുട്ട കിട്ടിയ ഭാഗ്യം അന്നത്തെ കാലത്ത്. ഇന്ന് പിള്ളേരോട് മിണ്ടാൻ പറ്റത്തില്ല. നിങ്ങൾ യൂത്ത് മീറ്റിംഗ്, ഇങ്ങ പെരിയ പാസ്റ്ററിക്ക് ദേവശോഭനം ഇരിക്കുന്നത്, ഇങ്ങ തലമൈ പോതകർ, അത് കഴിഞ്ഞിട്ട് ഇങ്ങ ഊളിയക്കാരൻ നമ്മ ജോൺ സാമിറ്റർ പാസ്റ്റർ ഇരിക്കുന്നത്. നിങ്ങളുടെ ഈ പിള്ളേരുടെ പരിപാടി നടക്കുമ്പം സ്റ്റേജൊക്കെ കത്തിക്കുന്നത് കുഴപ്പമില്ല. ഞാനും പാടി ആരാധിക്കുന്നതാവും. പഴയ അപ്പച്ചന്മാരെ അമ്മച്ചിമാരെയും കൊണ്ടുവന്ന് 1.5 മണിക്കൂർ സാക്ഷ്യം പറയണം. കര ഉയരുന്നില്ലല്ലോ. സ്വോത്രം. അയ്യോ, പിള്ളേർ ആ ലെവലിൽ പാനല്ല. നമ്മുടെ കർത്താവ് നടത്തിയ വഴികൾ കരമുയർത്തുന്നവർക്കായി. ഒരു കാലത്ത് നമുക്ക് ഉണ്ണാനില്ല, ഉടുക്കാനില്ല, അത് കഴിഞ്ഞിട്ട് നല്ല വീടില്ല. അന്നത്തെ കാലത്ത് അപ്പച്ചന്മാരും അമ്മച്ചിമാരും പ്രഭാതത്തിൽ എഴുന്നേറ്റ് കരഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പട്ടിണിക്കിടരുതേ കർത്താവ്, നല്ല വീട് കൊടുക്കണമേ, വാഹനം കൊടുക്കണമേ. ഇന്ന് പകൽക്കാലം ഇന്ന് സഭയിലിരിക്കുന്ന തായെ, തകർപ്പരെ, തങ്കച്ചി, ഇന്ന് പകൽ നിനക്കൊരു നല്ല വീട് കിട്ടിയത്, നിന്റെ കുഞ്ഞുങ്ങൾ വെളിനാട്ടിലെത്തിയത്, നല്ലൊരു വാഹനം കിട്ടിയത് നിന്റെ കണ്ണുനീരല്ല, നിന്റെ പിതാക്കന്മാർ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ നിലവിളിച്ചത് കൊണ്ട് ഇന്ന് സിൽവേപുരത്ത് നല്ല വീടും കാറും തന്ന ദൈവത്തിന് കോടാനുകോടി സ്തോത്രം. പഴയ വഴികൾ മറക്കരുത്. ഞാൻ ആരെയും വിമർശിക്കുമല്ല. യൂത്ത് പ്രോഗ്രാം, അതുപോലെ സഭയുടെ നല്ല പ്രോഗ്രാം വരുമ്പോൾ ഒരു പാവപ്പെട്ട അപ്പച്ചനെ അമ്മച്ചയും കൊണ്ട് 1/2 മണിക്കൂർ സാക്ഷ്യം പറയണം. എങ്ങനെ ഞങ്ങൾ ജീവിച്ചു, എങ്ങനെ കഴിച്ചു, ഇതുമാതിരി പായിൽ കടന്നുറങ്ങി, ചൂടും തണുപ്പുമേറ്റു, എന്നാൽ ഞങ്ങൾ കരമുയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ പേര് ആരാധന. എന്താ ആരാധനയുടെ പ്രത്യേകത? ഇന്ന് പകൽ കഷ്ടം. അന്നത്തെ കാലത്തൊക്കെ ഞങ്ങൾക്കൊരു ഉടുപ്പിടാൻ ഈ ചെറുപ്പക്കാർ ഇവിടെ ഇരിക്കുന്ന പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഡിഗ്രി സ്റ്റുഡൻസ് ആൻഡ് BCA, MCA, MBA സ്റ്റുഡൻസ്. അന്നത്തെ കാലത്ത് ഞാൻ കോളേജ് പോകുമ്പോൾ മോനെ കേൾക്കണം, 10 രൂപയുടെ ഒരു ലൂണാറിൻ്റെ ചെരുപ്പ് ഇട്ടുകൊണ്ടാ പോയത്. സന്തോഷമില്ലല്ലോ. 10 രൂപ ഒരു ചെരുപ്പിന് ലൂണാർ. അതിപ്പോൾ കാണാനുമില്ല, തീർന്നെന്ന് തോന്നുന്നു. സ്വോത്രം. എന്നിട്ട് അവൻ്റെ ചേട്ടനാ പിന്നെ പാരകൻ വന്നത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സ്വോത്രം. അതുകൊണ്ട് പിള്ളേരെ, മക്കളെ, ഇതെല്ലാം നിങ്ങൾ കേൾക്കണം. ഒരു നല്ല ഉടുപ്പിട്ടാൽ കർത്താവിന് സ്വോത്രം ചെയ്യണം. കരമുയരുന്നില്ലല്ലോ. നല്ല വാഹനം കിട്ടിയാൽ കർത്താവിന് സ്വോത്രം ചെയ്യണം. നല്ലൊരു വിസ കിട്ടിയാൽ കർത്താവിന് സ്വോത്രം ചെയ്യണം. അതിൻ്റെ പേരാ എന്താണെന്നറിയാമോ? മമ്രയുടെ തോപ്പ്. മമ്രയുടെ തോപ്പിൻ്റെ പ്രത്യേകതയാ, അവിടെ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. അവിടെ ആ ദൈവത്തിൻ്റെ ദാസന്മാർ ഇറങ്ങിയത്. കേട്ടോ, ആര് വന്നു? ഇതാണ് പ്രസംഗം. അവിടെ 2 ദൈവത്തിൻ്റെ ദാസന്മാർ സ്വർഗവും വന്നു. അബ്രഹാമിനെ വിളിച്ചു, അബ്രഹാം
അബ്രഹാം പിടികിട്ടി ദൈവത്തിൻ്റെ ദാസന്മാരാ, എല്ലാവരും കേൾക്കണം. അബ്രഹാം അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് വേണം? ഉടനെ കുടിക്കാൻ വെള്ളം കൊടുത്തു. ഉടനെ സാറാമാമയെ വിളിച്ചു. സാറാമാമയോട് ചോദിച്ചാണ്ട് ദൈവത്തിൻ്റെ ദാസന്മാർ വന്നു, എന്ത് കൊടുക്കും? സ്വോത്രം. അപ്പോൾ സാറ പറഞ്ഞ് 3 ഇടങ്ങഴി മാവുണ്ട്. അപ്പോൾ ആദ്യമായി കുബൂസ് ഉണ്ടാക്കിയത് സാറാമാമ. സന്തോഷമില്ലല്ലോ? കുബൂസ് വേണമെങ്കിൽ പാറശാല ജോൺസൺ ബേക്കറി, കളിക്കാവള ജോൺസൺ ബേക്കറി. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അങ്ങനെ ഒരു ബേക്കറി കണ്ട് ആരുണ്ട്? അവിടെ പോയി എൻ്റെ പേര് പറഞ്ഞാൽ അവർ ചായ ഫ്രീ ആയിട്ട് കിട്ടും. സ്വോത്രം. അവർ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ കളിക്കാവളയും കണ്ടിട്ടില്ല, പാറശാലയും കണ്ടിട്ടില്ല. സ്വോത്രം. ആ കളിക്കാവള ബസ് സ്റ്റാൻഡ് ഇപ്പുറത്ത് 2 ചായ കുടിക്കുന്ന കടക്കാരുണ്ട്. ഞാൻ മിക്കവാറും അവിടെ വരുമ്പോഴാണ് ബസ്സിൽ നിന്ന് ഇറങ്ങിയ ക്ഷീണം കൊണ്ട് ചായ കുടിക്കുമ്പോൾ അവിടെ നിൽക്കുന്നത്. അവരിലൊരു ഹിന്ദു ഫാമിലിയാണ്. അവരെന്നോട് ചോദിക്കാറുണ്ട്, പാസ്റ്റേ പനങ്കാലയാന്നോ മേൽപ്പാലയാന്നോ മലയടിയാന്നോ എവിടത്തേക്കാണ് ഇന്ന് യാത്ര എന്ന്. സ്വോത്രം. നിങ്ങളെ അറിയത്തില്ല. കളിക്കാവുള്ള ബസ് സ്റ്റാൻഡിൻ്റെ അപ്പുറത്ത് 2 സൈഡിലെ ചായക്കടക്കാർ, അതിൻ്റെ ഇപ്പുറത്ത് ജോൺസൺ ബേക്കറി ഉണ്ട്. അവർ സ്ഥിരം പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക യൂട്യൂബിൽ. സ്വോത്രം. അപ്പോൾ ആദ്യത്തെ കുബൂസ് ഉണ്ടാക്കിയത് ആരാ? സാറാമാമ. കരമുയർത്തിയാട്ട് അതാ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വെളിനാട്ടിൽ പോയി കുബൂസ് പടപടാ ചാപ്പിടുന്നത്. അതിനുശേഷം ആരാ? അബ്രഹാം ഓടിച്ചെന്നു. എന്താ സംഭവിച്ചത്? തൊഴുത്തിൽ നിന്നൊരു പശുവിനെ കട്ട് ചെയ്തു, നല്ല മട്ടൻ കറി ഉണ്ടാക്കി ദൈവദാസന്മാർക്ക് കൊടുത്തു. അപ്പൊ ഫാസ്റ്റ് ഫുഡ് ഉണ്ടാക്കിയതാര്? നെയ്യാറ്റിൻകര വിസ്മയമല്ല, കളിക്കാവള മോഡേണുമല്ല, അവറാച്ചാന് സാറാമാമ. സ്വോത്രം. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞു. ദൈവത്തിന്റെ ദാസന്മാർ പോകാൻ നേരം ചോദിച്ചു, അബ്രഹാമേ എന്താ വിശേഷം? അബ്രഹാം പറഞ്ഞു, നിങ്ങൾ എന്തെല്ലാം പറഞ്ഞതാ? ഞാൻ ഇറാഖിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് വീട് കിട്ടും, കാർ കിട്ടും, കമ്പ്യൂട്ടർ കിട്ടും, മക്കളെ കിട്ടും. ദാണ്ട് എനിക്കിപ്പോൾ 99. ഉടനെ സാറ പുറത്തേക്ക് ചാടി. മെഡിക്കൽ റിപ്പോർട്ടുകൾ, SATയുടെ റിപ്പോർട്ട്, PRSന്റെ റിപ്പോർട്ട്, നെയ്യൂർ മരുത്താമലയുടെ റിപ്പോർട്ട്, ഇനി മക്കളെ കിട്ടത്തില്ല, ഇങ്ങോട്ട് വരണ്ടാന്ന്. ഉടനെ ദൈവത്തിന്റെ ദാസന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ കളിക്കാവിളയിൽ ഒരു സൂപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ട്. അതിന്റെ പേര് റിലയൻസിന്റെ മോർമോർ. ഇന്ന് വൈകിട്ടായി സിലുവപുരത്ത് നിന്ന് പോകണ്ട, നാളെ പോയി ഒരു തൊട്ടിൽ 3 കിലുക്കും മേടിച്ചോളാൻ. സ്വോത്രം. ചിരിയുടെ സന്തതി വരാൻ പോകുന്നു. ഇന്ന് പകൽക്കാലം ദൈവസഭയിൽ അകത്തിരിക്കുന്ന ദൈവമക്കൾ പറയണം, വാഗ്ദത്തങ്ങളെ മറക്കുന്നവനല്ല സ്വർഗത്തിലെ ദൈവം. കരമുയർത്തുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി ഇന്ന് പകൽ സത്യവചനം കേൾക്കുന്നവർ, അബ്രഹാമിന്റെ പ്രായം 99, സാറയുടെ പ്രായം 89. മെഡിക്കൽ സയൻസ് പ്രകാരം ഒരു കുഞ്ഞിനെ അവർക്ക് കിട്ടാൻ പാടാ. എന്നാൽ ഈ വചനം അവിടെ പറഞ്ഞപ്പോൾ അബ്രഹാമിന്റെ കൗണ്ടുകൾ ചലിക്കുവാൻ തുടങ്ങി. വിശ്വസിക്കുന്ന ദൈവമക്കൾ, സാറയുടെ ഉദരം ചലിക്കുവാൻ തുടങ്ങി. മെഡിക്കൽ സയൻസിൽ പറഞ്ഞ അവളുടെ ഗർഭപാത്രത്തിലെ ഫൈബ്രോയിഡുകൾ മാറുവാൻ തുടങ്ങി. അവളുടെ ഫലോപ്പിയൻ ട്യൂബിനകത്തുള്ള സിസ്റ്റുകൾ മാറുവാൻ തുടങ്ങി. കത്തി തൊടാതെ സർജറി. കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് പകൽക്കാലം ഡോക്ടർ മാറും, നാട്ടുകാർ മാറും, മെഡിക്കൽ സയൻസ് നിനക്കെതിരായിരിക്കും, MRI നിനക്കെതിരായിരിക്കും, ബ്ലഡ് കൗണ്ടുകൾ നിനക്കെതിരായിരിക്കും. പക്ഷേ ഇന്ന് പകലിൽ പറയണം, അബ്രഹാമിന്റെ കുടുംബത്തിൽ ഇറങ്ങിയ ദൈവകരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടാൽ എന്റെ കുടുംബത്തിനകത്ത് തലമുറകളെ തരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി. പലരും വിചാരിക്കും ഉപദേശിമാരെന്തോ പ്രസംഗിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമോ, ഇവിടെ വെള്ളറടയ്ക്ക് അടുത്ത് 5 മരങ്കാല CSI, എല്ലാവരും കേൾക്കണം, 2015 അവിടെ അടുത്ത ആ വർഷങ്ങളിൽ ഞാൻ അവിടെ സഭാദിനം വെള്ളറട ഡിസ്ട്രിക്റ്റിന്റെ പ്രസംഗിക്കുന്നത്. നിൽക്കുന്നതിന് തൊട്ട് മുമ്പ് അവരെ ഞാൻ താഴേക്ക് വിളിച്ചു. സ്റ്റേജിന്റെ താഴെ നിന്ന് പട്ടക്കാർ അവിടെ നിന്ന് കൈനീട്ടി 6 കുടുംബങ്ങൾക്ക് വേണ്ടി കരം വെച്ച് പ്രാർത്ഥിപ്പാൻ ദൈവം എളിയവനെ ഇടയാക്കി. ഞാൻ പറഞ്ഞത് എൻ്റെ വാക്കല്ല, സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഇന്ന് മക്കളില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ 6 കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ കൺവെൻഷൻ കഴിഞ്ഞു പോയി. 2 വർഷത്തിന് ശേഷം തിരുവനന്തപുരം ചെമ്പൂർ വലിയ വഴിയിൽ ഒരു കൺവെൻഷന് ഞാൻ വന്നു. ഞാൻ അപ്സെറ്റായി പോയി. 2 കുടുംബങ്ങൾ യോഗം കഴിഞ്ഞ് എന്നെ കാണാൻ വന്നു. എനിക്കവരാരാന്നറിയത്തില്ല. അവർ വന്നിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞു, പാസ്റ്ററേ ഞങ്ങൾ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു, എൻ്റെ മക്കളെ നിങ്ങളെ എങ്ങനെ എനിക്ക് അറിയത്തില്ല. സ്തോത്രം. അപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, 2 വർഷം മുമ്പ് വെള്ളറടയിൽ 5 മരങ്കാല് CSI ഡിസ്ട്രിക്റ്റിന് കൺവെൻഷപ്പോൾ ഞായറാഴ്ച രാത്രി ഞങ്ങളുടെ തലമേൽ കരം വെച്ച് പ്രാർത്ഥിച്ചു. 13 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ ആശുപത്രിക്കാർ തള്ളിയ ഒരു കുടുംബത്തിന്റെ മേൽ ഡൈവോഴ്സ് ചെയ്യാൻ വക്കീലിന് തിരുവനന്തപുരത്തേക്ക് കാശും കൊടുത്തിട്ട് ഇവൻ കൺവെൻഷന് വന്ന് അന്ന് രാത്രിയിൽ അവരുടെ മേൽ കരം വെച്ചു. ഇവൻ ആ കാര്യം പറഞ്ഞില്ല. വലിയ വഴിയിൽ വന്നപ്പോൾ അവന് മൈക്ക് കൊടുത്തപ്പോൾ സാക്ഷ്യം പറഞ്ഞു, ഞാൻ അന്ന് ആ വെള്ളറുടെ കൺവെൻഷൻ നടക്കുമ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ വീട്ടുകാരോ അറിയാതെ ഈ പെൺകുട്ടിയെ ഡൈവോഴ്സ് ചെയ്യാൻ ഒരു തീരുമാനമായിട്ട് എൻ്റെ ഭാര്യയായിട്ട് ബൈക്കിനകത്ത് ഞാൻ കൺവെൻഷൻ വന്നത്. പക്ഷേ അന്ന് രാത്രി ദൈവത്തിൻ്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി എല്ലാവർക്കും ലഭിച്ചെന്നല്ല, 2 കുഞ്ഞുങ്ങൾക്ക് ആരാധനയുടെ നടുവിൽ തലമുറകളെ കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം വിട ചെയ്തു. ഇന്ന് പകൽക്കാലം പറയണം,
എൻ്റെ ദൈവം എത്ര വിശ്വസ്തൻ. ഡോക്ടർ മാറും, നാട്ടുകാർ മാറും, മെഡിക്കൽ സയൻസ് മാറും, റിപ്പോർട്ടുകൾ നിനക്കെതിരായിരിക്കും. എന്നാൽ ഇന്ന് രാത്രി പറയണം, വാഗ്ദത്തം, ഇന്ന് പകൽ പറയണം, വാഗ്ദത്തം ചെയ്തവൻ എൻ്റെ കരങ്ങളിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മറുപടി വരും. വിശ്വസിക്കുന്നവർ, ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്, കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നിട്ട് എന്താ, ഒരപ്പച്ചനും ഒരമ്മച്ചി ഒരു നേരത്തെ ആഹാരം ദൈവമക്കൾ കൊടുത്ത് ഇന്ന് പ്രഭാതത്തിൽ സാം വിക്ടർ പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേൽ മക്കളുടെ കാര്യം പറഞ്ഞു. ഒരപ്പച്ചനും ഒരമ്മച്ചി ഒരു നേരത്തെ ആഹാരം കൊടുത്തു. എൻ്റെ ദൈവമാര് മിസ്രയീമിന്റെ പാളയത്തിനകത്ത് ഇസ്രായേൽ ജനം കട്ടക്കളത്തിൽ ഊഴിയ വിചാരകന്മാരുടെ ചാട്ടവാറേറ്റപ്പോൾ അവർ ആരും പട്ടിണി മൂലം മരിച്ചില്ല. തായെ തകർപ്പരെ ദൈവമാര് മാറായ പിളർന്ന് മധുരജലത്തെ കൊടുത്തു. കരമുയർത്തുന്നവർക്കായി ആകാശത്ത് നിന്ന് മന്നയെ തുറന്ന് ഇസ്രായേലിന്റെ പാളയത്തിൽ കൊടുത്തു. இந்த வீட்டுக்கு பக்கம் നിങ്ങൾക്കെല്ലാം വീട് இருக்குது, നിങ്ങൾ വീട്ടുകൾക്ക് എങ്കയോ നിന്നൊരു വിസിറ്റർ വരുന്നു. നിങ്ങൾ കാലയിലെ കോളിയെ തുറന്നു വിട്ട് ഒരു കോളിയെ കിട്ടണമെങ്കിൽ ഒരു 4 പറമ്പോടൻ ഒരു കോളിയെ തിരിച്ചു പിടിക്കാൻ. പക്ഷേ ഹിന്ദിക്കാരന്റെ പക്ഷേ 8 ബജെ ദർവാദ കോളിനെ കട്ടായി 8 കിലോ മുറുകി ബാഗർ കടാകെ ദാകടന്ന വാതിൽ തുറന്നാൽ കാടപ്പക്ഷി ഇസ്രായേലിന്റെ മുൻപ് ഒരപ്പച്ചനും ഒരമ്മച്ചി ഒരു നേരത്തെ ആഹാരം ദൈവ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തപ്പോൾ 400-ൽ പരം സംവത്സരം ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് മന്നയെയും കാടപ്പക്ഷിയും മധുരജലത്തെ കൊടുത്തവനാ ഞാൻ ആരാധിക്കുന്ന കർത്താവ്. കരമുയർത്തുന്നവർക്കായി ഇന്ന് പകൽ പറയണം, എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല. സ്തോത്രം. ഇതാ ദൈവത്തിന്റെ വചനം. ഇത് ക്ലിയറാക്കാൻ വേണ്ടിയാ. നാട്ടുകാർ പറയും ദൈവം ആരാ, അത്ഭുതം ചെയ്യുമോ? അതാണ് ദൈവത്തിന്റെ വചനം. ആ സമയത്തിന് ശേഷം സോദോമിന്റെ പാപം വർദ്ധിച്ചു. വായിക്കാം. സ്വർഗം പറഞ്ഞു ലോത്തിന്റെ കാലം. വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിന്റെ 26 മുതൽ 29 വരെ വാക്യം. 28, 29 കുഞ്ഞൊന്ന് വായിച്ചാട്ടെ. ലോത്തിന്റെ കാലം. ലൂക്കോസ് 17, 28, 29 വാക്യങ്ങൾ വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ, ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ദാ കിടക്കുന്ന കാര്യം ഇതാണ്. കാര്യം ലോത്ത് സോദോം വിട്ട നാളിൽ അബ്രഹാമിനോട് ദൈവം ഒരു കാര്യം പറഞ്ഞു. ഈ ആഹാരം എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും കേൾക്കണം. അബ്രഹാമും സാറേയും പറഞ്ഞു, എങ്ങോട്ടാ? ദൈവദാസന്മാർ സോദോമിലേക്കാ. എന്താ അതിൻ്റെ പ്രത്യേകത എന്നറിയാമോ? സോദോമിൻ്റെ പ്രത്യേകത പുറകെ കുഞ്ഞ് വായിച്ചു തരും. അപ്പം സ്വർഗം പറഞ്ഞു, അവിടെ ഒരു 10 പേര് കൂട്ടായ്മയുണ്ടോ ഞങ്ങൾ ന്യായം വിധിക്കത്തില്ല. പിന്നെയും കമ്പ്യൂട്ടർ നോക്കി 5 പേരുണ്ടോ? സോദോമിൽ ഒന്നുമില്ല. പിന്നുള്ളത് ഒരെണ്ണമെങ്കിലും ഉണ്ടോ? അബ്രഹാമിനോട് പറഞ്ഞു. അബ്രഹാം ഇടിവിൽ നിന്ന്, അയ്യോ എൻ്റെ രക്തബന്ധമായ ലോത്ത് അവിടെ ഉണ്ട്, തീ ഇറക്കരുത്. സോദോ നിവാസികൾ ആരായിരുന്നു? എല്ലാവരും കേൾക്കണം. സോദോ നിവാസികൾ അതാ ഇന്നത്തെ തലമുറ. ഉൽപ്പത്തി പുസ്തകം വായിച്ചാട്ട് മോളെ. ഉൽപ്പത്തി പുസ്തകം എടുത്താട്ട്. സോദോം ആരായിരുന്നു? ഉൽപ്പത്തി 18-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിച്ചാട്ട് മക്കളെ. സോദോം ഉൽപ്പത്തി 18-20 വായിച്ചേ. സോദോമിന്റെയും ഗൊമോരയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. അതാ കിടക്കുന്നു. എബ്രോൺ TV ഓൺലൈനിലല്ല കൊടുത്തത്. അവിടുത്തെ കല്ലും മണ്ണും നിലവിളിച്ചു കരമുയർത്തുന്നവർക്കായി. കല്ലും മണ്ണും നിലവിളിച്ചു. അടുത്ത വാക്യം കൂടെ വായിച്ചാട്ട് മോളെ. ഞാൻ ചെന്ന് എന്റെ അടുക്കൽ അവനെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി. കല്ലും മണ്ണ്. എന്താ ലോത്തിന്റെ കാലത്തെ പ്രത്യേകത? ലോത്തിന്റെ കാലത്തെ പ്രത്യേകത സ്വവർഗം. ഇന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലത്തെ പറ്റി പ്രസംഗിക്കാൻ പറ്റത്തില്ല. ലോകത്തെ സ്വവർഗരതിക്കാരുടെ തലസ്ഥാനമാ ഇസ്രായേൽ. അതിൻ്റെ പേര് ലെസ്ബിയൻ ഗൈ പരേഡ്. ലോകം മുഴുവൻ അതിനാസ്പദമായി ഇന്ന് നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിൽ എനിക്കറിയത്തില്ല കുറേ സംഘടനകൾ വന്ന് കിസ് ഓഫ് ലവ്. അതിൻ്റെ പേര് വേറെ സമരം വന്ന്. ചെറുപ്പക്കാർ കേട്ടോണം, പെൺകൊച്ചുങ്ങൾ കേട്ടോണം. ചുംബന സമരം. സന്തോഷമില്ലല്ലോ. ആവശ്യമില്ലാത്ത ചുംബന സമരത്തിനൊന്നും പോകരുത് മക്കള്. ഒന്ന് കർത്താവിൻ്റെ അടി, 2 RSSകാർ ചൂരിൽ പടിയാട്ടിരിക്കുക. കിട്ടിയാൽ മേടിച്ചോണം. സ്വത്രം. കാര്യം മനസ്സിലാകുന്നത്. എല്ലാ ക്യാമ്പസിലും ഇങ്ങനെയുള്ള കാലങ്ങൾ വരാറായി. ലോത്തിൻ്റെ കാലത്താണ് ഏറ്റവും വലിയ പ്രശ്നമുണ്ടായത്. ദൈവത്തിൻ്റെ ദാസന്മാർ എവിടെ ചെന്നെന്നറിയാമോ? ഇനി കേട്ടോണം. എന്താ? ലോത്തിൻ്റെ വീട്ടിൽ ദൈവത്തിൻ്റെ ദാസന്മാർ ചെന്നു. ലോത്തിൻ്റെ വീട്ടിൽ ദൈവത്തിൻ്റെ ദാസന്മാർ ചെന്നപ്പോൾ ഒരു കാര്യം ലോത്ത് കേട്ടോണം. ലോത്തിനോട് ഒരു കാര്യം പറഞ്ഞു. 1, ഈ പ്രദേശത്ത് നിൽക്കരുത്. ബൈബിൾ. 2, തിരിഞ്ഞു നോക്കരുത്.
3 രക്ഷയ്ക്കായി പുറത്തു വരണം. 4 1 ഈ പ്രദേശത്ത് നിൽക്കരുത്, 2 തിരിഞ്ഞു നോക്കരുത്, 3 രക്ഷയ്ക്കായി പുറത്തു വരണം. എവിടെ? പർവ്വതത്തിലേക്ക് ഓടിപ്പോണം. 4 കാര്യമാ ദൈവത്തിൻ്റെ ദാസന്മാർ പറഞ്ഞ്. ഇനി അടുത്ത വാക്ക്, ലോത്തിന്റെ വീട്ടിൽ ദൈവദാസന്മാർ ചെന്നപ്പോൾ ഒരു സംഭവം നടന്നു. സോദോമിന്റെ പാപം. ഉൽപ്പത്തി പുസ്തകം എടുത്താട്ട് ദൈവ സോദോമൻ ന്യായ വിധിക്കാൻ കാര്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 19 5-ാമത്തെ വാക്യം. 2 ദൈവത്തിന്റെ ദാസന്മാർ സോദോമിന്റെ വീട്ടിൽ അവർ ലോത്തിനെ വിളിച്ചു, ഈ രാത്രി നിന്റെ അടുക്കൽ വന്ന പുരുഷന്മാർ എവിടെ? 2 ഊളിയക്കാർ വീട്ടിൽ വന്നിരിക്കുക. അടുത്ത വാക്ക് ഇത് വായിക്കണം. അടുത്തത്, ഞങ്ങൾ അവരെ ഭോഗിക്കേണ്ടതിന് സ്വർഗ്ഗവിവാഹം വന്നവരെ ഭോഗിക്കേണ്ടതിന് അവരെ വിട്ടുതരാൻ പറഞ്ഞു. കേട്ടോ? ദൈവത്തിന്റെ ദൂതന്മാര് ലോത്തിന്റെ വീട്ടിൽ ദാസന്മാരായി അവിടെ വന്നപ്പോൾ നാട്ടുകാർ ഇതറിഞ്ഞു. ലോത്തിന്റെ വീട്ടിൽ ചെന്നിട്ട് വാതിലിൽ കോളിംഗ് ബെല്ലടിച്ചു. 2 പേര് വന്നിട്ടുണ്ട്, അവരെ ഞങ്ങൾ ഭോഗിക്കേണ്ടതിന് തരണം. ഇതാണ് ഗൈ അല്ലെങ്കിൽ ലെസ്ബിയൻ. അപ്പൊ ലോത്തിന് പിടികിട്ടി ദൈവദാസന്മാരാ. അപ്പൊ ലോത്ത് എന്തോ പറഞ്ഞെന്നറിയാമോ? വായിക്കാൻ മോളെ, അടുത്ത വാക്ക് കൂടെ കേട്ടോട്ടെ. അടുത്ത വാക്ക് എല്ലാവരും കേക്ക്, പെന്തിക്കോസുകാര് കേട്ടാട്ടെ. ലോത്ത് വാതിൽക്കൽ അവരുടെ അടുക്കൽ പുറത്തു ചെന്ന് അവിടെ അടുക്ക കോളിംഗ് ബെല്ലടിച്ച സോദോമുകാരോട് പറഞ്ഞു, ഇവര് ദൈവത്തിന്റെ ദാസന്മാരാ. വായിച്ചാട്ടെ മക്കളെ. കഥ കടച്ചു. സഹോദരന്മാരെ, അയ്യോ ദോഷം ചെയ്യരുതേ. ദോഷം ചെയ്യരുത്. അവര് ദൈവത്തിന്റെ ഊളിയക്കാരാ. ദോഷം ചെയ്യരുത്. എനിക്ക് കല്യാണം കഴിക്കാത്ത 2 പെമ്പിള്ളാരുണ്ടെന്ന് ഒരപ്പൻ പറയാത്ത വാക്കാ പറഞ്ഞ്. വായിച്ചാട്ടെ അടുത്ത വായിര്. സ്പർശിക്കാത്ത 2 പുത്രിമാർ എനിക്കുണ്ട്. അയ്യോ, ഇതുവരെ തിരുമണം നടക്കാത്ത 2 പുത്രിമാരെ എനിക്കുണ്ട്. അവരെ വേണേ വിട്ടുതരാം. അവരെ ഞാൻ നിങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവരാം. നിങ്ങൾക്ക് ബോധിപ്പിച്ചതുപോലെ അവരോട് ചെയ്തു കൊള്ളുവിൻ. മതി. കര ഉയർത്തിയാട്ട ചായ. ബൈബിള് വായിച്ചിട്ട് ദൈവത്തിന്റെ ദാസന്മാർക്കെതിരെ അവരെ പുറത്തു കൊണ്ടുവരാൻ പറഞ്ഞു. ഇത് ദൈവം സഹിക്കുമോ? സ്വർഗത്തിന്റെ ക്യാമറ അവിടെ ഇറങ്ങിയത്. സ്തോത്രം. ഇന്ന് പകലിൽ കേൾക്കണം. ലോത്ത് ചർച്ചിൽ പോയിട്ടുള്ളവനാ, അബ്രഹാമിനോട് ആരാധന പങ്കെടുത്തിട്ടുള്ള. ലോത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് പുരുഷൻ സ്പർശിക്കാത്ത 2 പെൺകുട്ടികളുണ്ട്, നിങ്ങൾക്ക് അവരെ വേണേ തരാം, നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, ദൈവദാസന്മാരെ ചെയ്യരുത്. ബാക്കി ഞാൻ തൊടുന്നില്ല. അന്നവിടെ അന്ധതമസായി, ഇരുട്ടായി. ഇനി ഒരു കാര്യം, ഇതാ സുവിശേഷ പ്രസംഗം. ലോത്തിന്റെ ഭാര്യയോടും ലോത്തിനോടും ദൈവദാസന്മാരെന്താ പറഞ്ഞ്? 4 കാര്യം. 1 രക്ഷയ്ക്കായി പുറത്തു വരണം. 2 ഈ പ്രദേശത്ത് നിൽക്കരുത്. 3 തിരിഞ്ഞു നോക്കരുത്. 4 പർവ്വതത്തിലേക്ക് ഓടിപ്പോണം. കരമുയർത്തുന്നവർക്കായി ഇന്ന് പകല് കേൾക്കണം. ലോത്ത് പണ്ട് ആരാധനയ്ക്ക് പോയി ഉലകത്തിൻ മുഴുവൻ കടശിക്കാല ചെയ്തികളൊക്കെ കേട്ടതുകൊണ്ട് ലോത്ത് എന്തോ പറഞ്ഞെന്നറിയാവും? ഭാര്യയോടും കൊച്ചുങ്ങളോടും പറഞ്ഞ് പടപടാ ചുരിദാറിട്, സമയം ഇല്ല, പാമ്പുവാ. അന്നേരം ലോത്തിൻ്റെ ഭാര്യ 4 കാര്യം ചെയ്തു. 1 കളിക്കാവിളയിൽ നിന്ന് കൊണ്ടുവന്ന് ഐസ്ക്രീം നക്കി തന്നുകൊണ്ടിരിക്കുക. പാൻ പറ്റുമോ? ഇല്ല. 2 പോത്തീസിൽ നിന്ന് മേടിച്ച അരുമയാന സിൽക്ക് സാരി JS-ന്റെ ജനറൽ കൺവെൻഷൻ ഉടുക്കാൻ സ്പ്രേ അടിച്ച് വെച്ചിരിക്കുക. 3 കാര്യം, ഇപ്പം ആപ്പിളിൻ്റെ മൊബൈൽ കിട്ടി 2 സിമ്മിട്ട് വാട്സപ്പിൽ ഓടി ചെയ്തുകൊണ്ടിരിക്കുക. ഇറങ്ങാൻ പറ്റൂ? 4 കാര്യം, കുക്കറിനകത്ത് 12 ചിക്കൻ കാല് 2 വിസിൽ അടിച്ചിരിക്കുക ഫ്രൈ ആക്കാൻ. ലോത്തിൻ്റെ ഭാര്യ ഇറങ്ങൂ? കരമുയരുന്നില്ലല്ലോ ചായ. അതുകൊണ്ടാ ബൈബിൾ ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവേൻ. ഓട്ടം മുമ്പോട്ടും നോട്ടം പുറകോട്ടും. ഇന്ന് പകൽ കേൾക്കണം. സോദോമിന്ന് ലോത്ത് എങ്ങനെയെങ്കിലും സഹോദരിയെ പിടിച്ചു വലിച്ചുകൊണ്ടുവന്ന്, പക്ഷേ സോദോം അവളെ വിട്ടില്ല. കരമുയർത്തിയവർക്കായി അവളുടെ ഓട്ടം. അത് കഴിഞ്ഞപ്പോൾ ലോത്ത് എന്തോ ഇത് മക്കളുമായിട്ട് സോവേറിലിറങ്ങി. ഇന്ന് രാത്രി ലോകം നശിക്കുന്നതിന് മുമ്പിട്ട് ഒരു സംഭവം നടക്കാൻ പോവാ. അതിനുവേണ്ടി ഈ പ്രസംഗം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം. ലോത്ത് സോദോം വിട്ട നാൾ. അടുത്ത ഉൽപ്പത്തി പുസ്തകം 19, 24, 25 വാക്യങ്ങൾ മോള് വായിച്ചാട്ടെ. യഹോവ സോദോമിന്റെയും ഗൊമോരയുടെയും മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകാശത്ത് നിന്ന് തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചു. അവിടെ നിൽക്കട്ടെ, എല്ലാവരും കേൾക്കണം. ആകാശത്തിന് എത്ര തട്ടുണ്ട്? പഠിക്കുന്ന കുഞ്ഞുങ്ങൾ +2, 10th ടുമാറോ നിങ്ങൾ പള്ളിക്കൂടത്തിൽ പോകുന്നത്. ആകാശത്തിന് 7 തട്ടുണ്ട്. 1 സ്ട്രാറ്റോസ്ഫിയർ, 2 ട്രോപ്പോസ്ഫിയർ, 3 അയണോസ്ഫിയർ, 4 തെർമോസ്ഫിയർ, 5 എക്സോസ്ഫിയർ, 6 മെസോസ്ഫിയർ, 7 അയണോസ്ഫിയർ. ആകാശത്തിന്റെ തട്ടുകൾ. അതിൽ 1ാമത്തെ തട്ട എല്ലാവരും കേൾക്കണം. ലോത്തിന്റെ കാലത്ത് കർത്താവ് തീയെടുത്തത് എവിടുന്നറിയാമോ? 1ാമത്തെ തട്ട്. ആ കുഞ്ഞ് വായിച്ചതാ. ഗന്ധകവും തീയും. അതിന്റെ കെമിക്കൽ നൈമ സൾഫറും ഫോസ്ഫറസും. കരമുയർത്തിയാട്ട ചായ.
അപ്പം ദൈവത്തിന്റെ സന്നിധിയിൽ ആകാശത്തിൽ ഒന്നാമത്തെ തട്ടി തീ ഉണ്ട്, സൾഫറും ഫോസ്ഫറസും. അതുകൊണ്ടാ ബൈബിൾ, ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി. കരമുയർത്തുന്നവർ